ജപ്പാൻ ഇപ്പോഴേ 2050-ലാണ് ജീവിക്കുന്നത്. ഒന്നാമതായി, അവിടെ മഴയത്ത് കുട നനഞ്ഞാൽ അത് ഉണക്കാൻ പാടുപെടേണ്ട. എല്ലാ കടയുടെ മുന്നിലും കുട ഉണക്കുന്ന യന്ത്രങ്ങളുണ്ടാകും. കുട അതിലിട്ടാൽ നിമിഷനേരം കൊണ്ട് ഉണങ്ങിക്കിട്ടും. അടുത്തത്, ജപ്പാനിലെ പലഹാരങ്ങൾ ചിത്രത്തിൽ കാണുന്ന അതേ വലിപ്പത്തിലും രൂപത്തിലും ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. ഉപഭോക്താക്കളെ പറ്റിക്കാൻ പാടില്ല. ഈ നിയമം തെറ്റിച്ചാൽ ആ സ്ഥാപനം വലിയ പിഴ നൽകേണ്ടി വരും. ജപ്പാനിൽ ചെരുപ്പുകൾ വാങ്ങാൻ പോയാൽ അളവ് നോക്കി സമയം കളയേണ്ട. നിങ്ങളുടെ കാലിന്റെ കൃത്യം അളവ് പറഞ്ഞു തരുന്ന യന്ത്രങ്ങൾ അവിടെയുണ്ട്. ഇനി തീവണ്ടി വരുമ്പോൾ കയറുന്ന സ്ഥലത്തെ വിടവ് തനിയെ നിറയുന്ന സംവിധാനവും അവിടെയുണ്ട്. കുട്ടികളുള്ളവർക്കും ചക്രക്കസേരയിൽ പോകുന്നവർക്കും ഇത് വളരെ ഉപകാരമാണ്. തിരക്കുള്ള സമയത്ത് തീവണ്ടിയിലെ ഇരിപ്പിടങ്ങൾ തനിയെ മടങ്ങുകയും ചെയ്യും. ഇത് യാത്രക്കാർക്ക് നിൽക്കാൻ കൂടുതൽ സ്ഥലം നൽകുന്നു. അവസാനമായി, അവിടെ മഴവെള്ളം പോകാൻ സാധാ കുഴലുകളല്ല, ഭംഗിയുള്ള ചങ്ങലകളാണുള്ളത്. മഴ പെയ്യുമ്പോൾ ഇതിൽ നിന്ന് നല്ല സംഗീതം കേൾക്കാം.